ഹലോ, എന്താണ് എല്ലാരും ക്രിസ്മസിന്റെ തിരക്കിലായിരിക്കും അല്ലേ? അലങ്കാരപ്പണികളും അലങ്കോലപ്പണികളും ഒക്കെ ഏകദേശം തീർന്ന മട്ടാണ്. അപ്പൊ ഇനി ഭക്ഷണത്തെ കുറിച്ചായിരിക്കും എല്ലാ വീട്ടമ്മമാരുടെയും ചിന്തയല്ലേ, എന്ത് സ്പെഷ്യലായി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനും. അപ്പൊ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലും ഭക്ഷണം തന്നെ ആദ്യം വന്നത്. അപ്പോൾ എവിടെ പോയി കഴിക്കാം എന്ന് ചിന്തിച്ചു. കുറേ നാളായിട്ട് ഞാൻ കയറി ഇറങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരു അടുക്കളയുണ്ട്, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ. എന്താണ് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പറ്റുന്നത് നോക്കാം. അകത്ത് നമ്മളെ കാത്ത ഒരാളും ഇരിപ്പുണ്ട്, പോയി നോക്കാം എന്താ ഉണ്ടാക്കാൻ പോണെന്ന്. കിഷോറേട്ടാ, ചേട്ടാ, ഹലോ, നമസ്കാരം. എന്നാ ഉണ്ട്, തിരക്കാണോ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കുറച്ച് എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നാളത്തെ ക്രിസ്മസ് എല്ലാവർക്കും അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണം. നാളത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അമ്മ വീട്ടിലെ ഒരു റെസിപ്പി. നമ്മൾ ചിക്കൻ ചാപ്സാണ് ചെയ്യാൻ പോണേ. ഈ 10 രൂപയുടെയും അപ്പത്തിനോടും എന്തിൻ്റെ കൂടെയും കഴിയും. ഇപ്പൊ രാവിലെ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ ചാപ്സ് കൂട്ടിയാവും അല്ലേ? ചിക്കൻ ചാപ്സ്. അപ്പം എണ്ണ ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒരുമിച്ച് അരിഞ്ഞു വെച്ച തക്കാളി. നമ്മള് കുക്കറിൽ അടിച്ചതാണേ. അമ്മ വീട്ടിലെ ക്രിസ്മസ് സ്പെഷ്യൽ എന്തൊക്കെയാ? ക്രിസ്മസ് സ്പെഷ്യൽ നമ്മളങ്ങനെ സ്പെഷ്യലായിട്ട് താറാവ് മപ്പാസ്. അല്ലാത്ത ദിവസം താറാവില്ല, അത് വൈകുന്നേരമേ ഉള്ളൂ. പൊതുവെ എന്താ കിഷോറേട്ടന്റെ ക്രിസ്മസ് പരിപാടിയൊക്കെ? ഇനിയിപ്പോ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയി നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു കേക്ക് മുറിക്കലും, പിന്നെ അവിടെ വീട്ടിൽ അമ്മ നല്ല നല്ല നാടൻ കോഴിക്കറി കഴിക്കും. ഇനി ആ മല്ലി പുതിന പേസ്റ്റ്. ഇനി പൊടി ഐറ്റംസ് ഇടാം. എടുത്തോ, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇപ്പൊ നമുക്ക് എന്തായാലും ലാസ്റ്റിൽ ഇടണം. മല്ലിപ്പൊടി, മുളക് പൊടിയേ, മീറ്റ് മസാല, ഗരം മസാല ആദ്യം ഇച്ചിരി ഇടാം. ഇതൊരു മിക്സിംഗ് ഉണ്ട്. ഇനി പെപ്പർ, കുരുമുളകേ, ചിക്കൻ ഇടാം. ഇതിപ്പോ ഏതാണ്ട് ഒരു 80 പീസ് ഉണ്ട്. ചിക്കനിൽ മിക്സ് ചെയ്യണം. ചേട്ടന്റെ ഓൺ റെസിപ്പിയാ? ഓൺ റെസിപ്പി നമ്മുടെ ഷെഫുണ്ട് സുരേഷ് ചേട്ടൻ നമ്മൾ ഇരുന്ന് തയ്യാറാക്കിയ ഒരു സാധനമാണ്. കാണിക്കാത്ത ചില സാധനങ്ങളുണ്ട്, പക്ഷേ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതാണ് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഹായ്, അപ്പൊ ഇതെങ്ങനെ ഓൾമോസ്റ്റ് ആയോ? അതോ ഓൾമോസ്റ്റ് ആയി. ഇനി ക്രഷ്ഡ് കാഷ്യൂ. പൊതുവെ എങ്ങനെ ചേട്ടന്റെ ക്രിസ്മസ് ഇതുപോലെ തന്നെ വീട്ടിലായിരിക്കും എല്ലാ ക്രിസ്മസും? അതോ ആ സമയത്ത് ഷൂട്ടൊക്കെ ഉണ്ടാവുമോ? ചിലപ്പോഴുണ്ടാവും. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡായിരിക്കും ക്രിസ്മസിന് ഏറ്റവും ഇഷ്ടം. പിന്നെ അമ്മ വെറുതെ വന്ന് കസേരയൊക്കെ എടുത്ത് കണ്ടറാക്കി ഇവിടെ ഉള്ളു. ഇനി ഇത് കനലിൽ കിടന്നൊരു 10 മിനിറ്റ് തിളക്കണം. 10 മിനിറ്റ് ഒന്ന് കിടക്കണം. ഇച്ചിരി മല്ലിയല്ലേ ഇട്ട് ഇതിന്റെ മേളിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. അങ്ങനെ ഇന്നത്തെ ക്രിസ്മസിന് വെള്ളയപ്പം, നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ചാപ്സ്. അപ്പൊ എവിടെ തുടങ്ങണം? നിനക്ക് ഇഷ്ടമുള്ള നിന്റെ തോന്നിവാസമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മള് ചിക്കൻ ചാപ്സ് ലെഗ് ഒപ്പോ കൊതിച്ച് കാലം തൊട്ടേ വീട്ടിലടി നടക്കുന്ന ലെഗ് പീസ് നല്ല സന്തോഷം. രാവിലെ ക്രിസ്മസിനൊക്കെ എണീറ്റ് വന്നിട്ട് ഇത് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷല്ലേ. അങ്ങനെ ഈ ക്രിസ്മസിന് വയറും മനസ്സും ഒക്കെ നിറച്ച് നല്ല എരിവില് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പാകത്തിന് നല്ല കിട്ടുക്കൻ റെസിപ്പികളാണ് ഇന്ന് കിഷോറേട്ടൻ്റെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ ക്രിസ്മസിന് പറയാനുള്ളത്? എല്ലാവർക്കും, മാതൃഭൂമി പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്റെയും അമ്മ വീട് റെസ്റ്റോറന്റിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്.